Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൽ 42ാമത്തെ വീഡിയോ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. We know A equal to P into 1 plus I whole raised to n. The amount after n years or amount at the end of nth year എന്ന് പറയുന്നത് A equal to P into 1 plus I ഹോൾ റേസ് ടു എന്നാണ്, അല്ലെങ്കിൽ 1 plus R by 100 റേസ് ടു എന്നാണ്. ഈ R by 100നെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. അപ്പോൾ A ഈക്വൽ ടു P ഇൻറ്റു 1 plus R by 100 റേസ് ടു എന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ R by 100നെ നമുക്ക് I എന്ന് എഴുതാം. A ഈക്വൽ ടു P ഇൻറ്റു 1 plus I ഹോൾ റേസ് ടു n. Suppose the interest is compounded 3 times every year. Then A equal to P into 1 plus I by T whole raised to nt equal to P into 1 plus I by T whole raised to T whole raised to n. അതായത് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാറ്? 1 പ്ലസ് I by 2 എന്ന് വരും. R by 100 ആണ്. R by 100നെ അതായത് R% പെർ ആനം എന്ന് എഴുതും. അപ്പോൾ R by 2% പെർ ഹാഫ് ഇയർലി എന്ന് എഴുതും. എന്നിട്ട് അവിടെ R by 2/100 അല്ലെങ്കിൽ I by 2 എന്ന് വരും. എവിടെയാണെങ്കിൽ 2n ഹാഫ് ഇയേഴ്സ് എന്ന് മുകളിലും വരും. ഇനി ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ by 4 വരും. ഇവിടെ 4n എന്നും എഴുതും. അപ്പോൾ ഇവിടെ T ടൈംസ് എവറി ഇയർ ആണെങ്കിൽ, ഹാഫ് ഇയർലിയും ക്വാർട്ടർലി അല്ല, T ടൈംസ് ആണെങ്കിൽ എന്താണ്? I by T ഹോൾ റേസ് ടു nt എന്ന് വരും. P ഇൻറ്റു 1 പ്ലസ് I by T ഹോൾ റേസ് ടു nt എന്ന് വരും. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: P ഇൻറ്റു 1 പ്ലസ് I by T ഹോൾ റേസ് ടു T ഹോൾ റേസ് ടു n. ഇങ്ങനെ എഴുതാം. Amount at the end of nth year is P into 1 plus I by T whole raised to T whole raised to n. അങ്ങനെ വരും. For example, when interest is calculated quarterly, T equal to 4. ഇവിടെ T ടൈംസ് എന്നുള്ളതിന് വരും 4 ടൈംസ് ആണല്ലോ. അപ്പോൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? P into 1 plus I by 4 raised to 4 എന്നാണ് പതിവ്. Consider continuous compounding, that is T tends to infinity. Consider continuous compounding. Continuous compounding എന്ന് പറഞ്ഞാൽ T times interest is calculated T times every year എന്നാണ്. ആ T ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ് ലഭിക്കുക എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ എൻ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ എൻ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇവിടെ നമ്മൾ എന്താ എഴുതുന്നുണ്ടായിരിക്കുക? ഇവിടെ T ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് T ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് I ബൈ ടി. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ ഫോർമുലയിൽ എങ്ങനെയാണ്? I ബൈ ടി ഹോൾ റേസ് ടു ടി ആണ്. I ബൈ ടി ഹോൾ റേസ് ടു ടി എന്തായിരിക്കും? എക്സിന് വരും I ബൈ ടി. ഇവിടെ ടി ആണ്. അപ്പോൾ എന്തായിരിക്കും? T ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് I ബൈ ടി ഹോൾ റേസ് ടു ടി ആണെങ്കിൽ ഇ റേസ് ടു I ആവും. Then 1 plus I by T whole raised to T equal to e raised to I as T tends to infinity. And A equal to, നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നേരത്തെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: A equal to P into 1 plus I by T whole raised to T whole raised to n. ഈ 1 plus I by T whole raised to T നമുക്ക് e raised to I എന്ന് എഴുതുകയാണ്. അപ്പോൾ P into e raised to I whole raised to n. P into e raised to I n. Therefore, amount at the end of nth year is P e raised to I n when there is a continuous compounding. Put m equal to I n. M equal to I n substitute ചെയ്താൽ ഇവിടെ എന്തായിട്ട് മാറും? P e raised to m. Then A equal to P e raised to m. We have tables and scientific calculator which give the values of e raised to m for various values of m. അപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൽ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ എന്ന് പറയുന്നത് P e raised to m ആണ്. m എന്ന് പറയുന്നത് I n ആണ്. A person deposits ₹5,000 in a bank which pays interest of 11% per annum compounded continuously. How much amount will be in his account after 10 years? A person deposits ₹5,000 in a bank
which pays interest of 11% per annum compounded continuously. How much amount will be in his account after 10 years? ഇപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ്, നേരത്തെ പറഞ്ഞ ഫോർമുലയാണ്. എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 10th ഇയർ അല്ലെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ 10 years. എ ഈക്വൽ ടു പി ഇ റേസ് ടു എം. എം എന്ന് പറഞ്ഞാൽ ഐ എൻ. എൻ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. ഐ എന്ന് പറയുന്നത് 11/100. പി എന്ന് പറയുന്നത് 5000. ഹിയർ പി ഈക്വൽ ടു 5000, ആർ ഈക്വൽ ടു 11, ഐ ഈക്വൽ ടു r/100, 11/100 0.11, n ഈക്വൽ ടു 10, എം ഈക്വൽ ടു ഐ എൻ. ഐ എന്ന് പറയുന്നത് 0.11 ഇൻറ്റു 10, 1.1. എ ഈക്വൽ ടു പി ഇ റേസ് ടു ഐ എൻ അല്ലെങ്കിൽ പി ഇ റേസ് ടു എം. എനിവേ 5000 ഇൻറ്റു ഇ റേസ് ടു 1.1. ഇ റേസ് ടു 1.1ൻ്റെ വാല്യൂ കാണാൻ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് എൽ എൻ അതാമത്തെ മതി. ഇവിടെ ഷിഫ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം, എൽ എൻ ചെയ്യാം. ഷിഫ്റ്റ് എൽ എൻ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇ റേസ് ടു എന്ന് വരും. അതിനുശേഷം 1.1 ഈക്വൽ ടു, അപ്പോൾ ഈ വാല്യൂ കിട്ടും 3.004166,024 ഈക്വൽ ടു 5000 ഇൻറ്റു 3.004166. സിംപ്ലിഫൈ ചെയ്താൽ 15021. Therefore, amount in the account after 10 years. Amount in the account after 10 years equal to rupees 15021. The interest is compounded continuously in a bank. To get rupees 100 after 3 years, what should I deposit in the bank if the bank rate of interest is 8% per annum? The interest is compounded continuously in a bank. To get rupees 100 after 3 years, what should I deposit in the bank if the bank rate of interest is 8% per annum? Here given A equal to 100. 3 വർഷങ്ങൾക്ക് ശേഷം 100 രൂപ ലഭിക്കാൻ ഇപ്പോൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 100, ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് പി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എന്ന് പറയുന്നത് 8/100, R 8% per annum ആണ്. അപ്പോൾ ഐ r/100, ദാറ്റ് ഈസ് 8/100 0.08. എൻ എന്ന് പറയുന്നത് ആഫ്റ്റർ 3 years ആണ്, n ഈക്വൽ ടു 3. ഹിയർ എ ഈക്വൽ ടു 100, R ഈക്വൽ ടു 8, ഐ r/100, 8/100 0.08, n ഈക്വൽ ടു 3. എം ഈക്വൽ ടു ഐ ഇൻറ്റു എൻ, 0.08 ഇൻറ്റു 3, 0.24. വാട്ട് ഈസ് പി? A equal to P e raised to n or P e raised to m. A എന്ന് പറയുന്നത് 100 ആണ്. 100 ഈക്വൽ ടു പി ഇൻറ്റു ഇ റേസ് ടു 0.24. അപ്പോൾ പി ഇ റേസ് ടു 0.24 എന്ന് പറയുന്നത് 100. പി ഈക്വൽ ടു 100 ബൈ ഇ റേസ് ടു 0.24. 100 ബൈ ഇ റേസ് ടു 0.24 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.24 എന്ന് പറയാം. ഇ റേസ് ടു മൈനസ് 0.24ൻ്റെ വാല്യൂ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൽ എൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു വരും. ഷിഫ്റ്റും എൽ എനും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇ റേസ് ടു എന്ന് വരും. പിന്നെ ഇവിടെ മൈനസ് 0.24 ഈക്വൽ ടു, അപ്പോൾ ഈ വാല്യൂ കിട്ടും. പി ഈക്വൽ ടു 100 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.24 ഈക്വൽ ടു 100 ഇൻറ്റു 0.78663 ഈക്വൽ ടു 78.66. ഇനി അങ്ങനെ അല്ലെങ്കിൽ 100 ബൈ ഇ റേസ് ടു 0.24 ചെയ്താലും മതി. എന്നിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇ റേസ് ടു 0.24 കാണാൻ ഷിഫ്റ്റ് എൽ എൻ 0.24 ഈക്വൽ ടു ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ആ 100 ബൈ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും. ലാസ്റ്റ് ആൻസർ തന്നെ 78.66. Therefore, P equal to rupees 78.66. Amount should be deposited equal to rupees 78.66. അപ്പോൾ ഇപ്പോൾ 78.66 രൂപ നിക്ഷേപിച്ചാൽ 3 വർഷം കഴിയുമ്പോൾ 100 രൂപ കിട്ടും. Continuous compounding for annuities. Let A be the annuity. Then total amount of annuities for n years is A by I into 1 plus I whole raised to n minus 1. ഈ ഫോമുല നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ് ആനിറ്റിയിൽ. അവിടെ ക്യാപിറ്റൽ എ ആയിരുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ എ എന്ന് എടുക്കുന്നു. അങ്ങനെയാണ് സ്മോൾ ലെറ്റർ എ ആണ് ആനിറ്റി എങ്കിൽ
ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് ഫോർ n years ഈസ് a by i ഇൻറ്റു 1 plus i ഹോൾ റേസ് ടു n മൈനസ് 1. ഇനി കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് നടത്തുകയാണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ മാറുമെന്നാണ് നോക്കേണ്ടത്. ഇതിനു മുമ്പ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കുള്ള ഫോർമുല എന്തായിരുന്നു? ക്യാപിറ്റൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു n ആണ് ഫോർമുല. ഈ ആർ ബൈ 100ന് നമ്മൾ ഐന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n. ക്യാപിറ്റൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n ആയിരുന്നു. അവിടെ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് നടത്തുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു 1 പ്ലസ് ഐ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ഐ എൻ ആണ്. അതായത് എ ഈക്വൽ ടു പി ഇ റേസ് ടു ഐ എൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുണ്ട് 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n എന്ന ഫോർമുല, അല്ല എന്ന ആ ഒരു ടേം 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞ ടേം ഇതിലും ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എന്താണ് വരിക? ഇ റേസ് ടു ഐ എൻ വരും. ഇപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് നടത്തുകയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇ റേസ് ടു ഐ എൻ ആവും. എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ എന്ന് വരുന്നത് -1. നോക്കാം. കൺസിഡർ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. ദെൻ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് ഫോർ n years ഈസ് എ ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ -1. 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n ഉള്ളത് ഇ റേസ് ടു ഐ എൻ ആയിട്ട് മാറി. ഈ ഐ എന്നിന് നമുക്ക് എം എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എ ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു എം -1. എം എന്ന് പറയുന്നത് ഐ എൻ ആണ്. അതായത് the total amount of annuities for n years is capital A equal to A by I into e raised to m minus 1. ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസിനാണ് ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ആനിറ്റിയാണ്. അപ്പോൾ എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു എം -1. A deposits ₹500 per year in the bank, which pays an interest of 12% per annum compounded continuously. How much amount will be in the account after 10 years? A deposit 500 per year. എല്ലാ വർഷവും 500 രൂപ വെച്ച് അടയ്ക്കുകയാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് അതാണ് കാണേണ്ടത്. 500 രൂപ എല്ലാ വർഷവും അടയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് എമൗണ്ട് വിൽ ബി ഇൻ ദി അക്കൗണ്ട് ആഫ്റ്റർ 10 years? അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് ആണ്. എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ -1. ആ ഫോമുല ഉപയോഗിച്ച് ചെയ്യണം. ഇവിടെ എ എന്ന് പറയുന്നത് 500, എൻ ഈക്വൽ ടു 10 years എന്നാണ്. ആർ 12% പെർ ആനം, ഐ ആർ ബൈ 100, 12/100 0.12. എം ഐ എൻ 1.2. എ ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ എന്നോ ഇ റേസ് ടു എം എന്നോ എഴുതാം. -1 ഈക്വൽ ടു 500 ബൈ ഐ എന്ന് പറയുന്നത് 0.12 ഇൻറ്റു ഇ റേസ് ടു ഐ എൻ അല്ലെങ്കിൽ എം എന്തായാലും അത് 1.2 ആണ്. ഇ റേസ് ടു 1.2 -1. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ ഇ റേസ് ടു 1.2ൻ്റെ വാല്യൂ കിട്ടും. 500 ബൈ 0.12 ഇൻറ്റു 3.32 -1. 500 ബൈ 0.12 ഇൻറ്റു 2.32. 3.32 എന്ന് 1 കുറച്ചപ്പോൾ 2.32. ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 9667.66 റുപ്പീസ്. ഇപ്പോൾ എല്ലാ വർഷവും 500 രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഇത്രയും രൂപ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ. The rate of interest in a bank is 8% per annum compounded continuously. What should I invest per year to get ₹32,000 at the end of 17 years? The rate of interest in a bank is 8% per annum compounded continuously. What should I invest per year to get ₹32,000 at the end of 17 years? ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് തന്നിട്ടുണ്ട് 32,000. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ് നടത്തുന്നത്. ഓരോ വർഷം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 17-ാം വർഷം അവസാനം 32,000 രൂപ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് തന്നിട്ടുണ്ട്. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ വർഷം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ എന്ന് പറയുന്നത് 17, ആർ എന്ന് പറയുന്നത് 8. ക്യാപിറ്റൽ എ ഈക്വൽ ടു 32,000. സ്മോൾ ലെറ്റർ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ 17, ആർ ഈക്വൽ ടു 8%. ഐ ആർ ബൈ 100, 8/100 0.08. എം ഈക്വൽ ടു ഐ എൻ. ഐ എന്ന് പറയുന്നത് ഇവിടെ 0.08 ആണ്. ഇൻറ്റു 17, 1.36. ക്യാപിറ്റൽ എ ഈക്വൽ ടു എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു എം -1. 32,000 ഈക്വൽ ടു എ ബൈ 0.08
into e raised to 1.36 minus 1. 32,000 into 0.08. ഈ ബൈ ഉള്ളത് നിങ്ങളുടെ ലെഫ്റ്റിലേക്ക് പോകുന്നു. ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു 1.36ൻ്റെ വാല്യൂ 3.8962 മൈനസ് 1. എ ഈക്വൽ ടു ഈ 32,000 ഇൻറ്റു 0.08 എന്ന് പറഞ്ഞാൽ 2560 ബൈ 2.8962. സിംപ്ലിഫൈ ചെയ്താൽ 884 രൂപ. That is, investment per year is 884 rupees. Find the total amount of annuity of an amount of rupees 200 for 12 years, the rate of interest being 3% per annum, compounded continuously. Find the total amount of annuity of an amount of rupees 200 for 12 years, the rate of interest being 3% per annum, compounded continuously. എല്ലാ വർഷവും 200 രൂപ വെച്ച് അടയ്ക്കുകയാണ്. അങ്ങനെ 12 വർഷം അടച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റി എത്രയാണ്? അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് 200, എൻ എന്ന് പറയുന്നത് 12, സ്മോൾ ലെറ്റർ ആർ 3, ഐ 3/100 0.03. അപ്പോൾ നമുക്ക് കാണേണ്ടത് എ ബൈ ഐ ഇൻറ്റു ഇ റേഷ്യോ എം മൈനസ് 1 എന്നുള്ള ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. ഹിയർ സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 200, n equal to 12, r equal to 3, I r/100 3/100 0.03, m equal to I n 0.03 into 12 3.36, 0.03 into 12 0.36. Capital A equal to a by I into e raised to m minus 1 equal to 200 by 0.03 into e raised to 0.36 minus 1 equal to 200 by 0.03 into 1.43333 minus 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2889. അപ്പോൾ 200 രൂപ വെച്ച് എല്ലാ വർഷവും അടയ്ക്കുകയാണെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ 2889 രൂപയാവും കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ. The rate of interest in a bank is 5% per annum compounded continuously. What should be invested per year in a bank to get rupees 6,000 at the end of 20 years? The rate of interest in a bank is 5% per annum compounded continuously. What should be invested per year in a bank to get rupees 6,000 at the end of 20 years? 20 വർഷം കഴിയുമ്പോൾ 6000 രൂപ ലഭിക്കാൻ ഓരോ വർഷവും എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ലെറ്റർ എ ആണ്. ക്യാപിറ്റൽ എ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് 6000 പറഞ്ഞിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എ ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു എം മൈനസ് 1. അതിൽ ക്യാപിറ്റൽ എ അറിയാം, സ്മോൾ ലെറ്റർ എ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ എ ഈക്വൽ ടു 6000, സ്മോൾ ലെറ്റർ എ അറിയില്ല, n 20, r 5. സ്മോൾ ലെറ്റർ ഐ ഈക്വൽ ടു r by 100, 5/100 0.05. സ്മോൾ ലെറ്റർ m ഈക്വൽ ടു ഐ n ഈക്വൽ ടു 0.05 into 21. Capital A equal to a by I into e raised to m minus 1. 6,000 equal to a by 0.05 into e raised to 1 minus 1. e raised to 1 ആണ് ഷിഫ്റ്റ് ln. അപ്പോൾ e raised to വരും, അവിടെ 1 എടുത്താൽ മതി. raised to 1 minus 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6,000. ഈ ബൈ 0.05 ലെഫ്റ്റിലേക്ക് വന്നു. 0.05 ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ a into 2.7183 minus 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 300. 6,000 into 0.05 എന്നാണ് 300 വരും. 300 ഈക്വൽ ടു a into 1.7183 എന്നാണ്. അപ്പോൾ a ഈക്വൽ ടു 300 by 1.7183 ഈക്വൽ ടു 174.6 rupees. അപ്പോൾ അതാണ് ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പെർ ഇയർ ഈക്വൽ ടു 174.6 rupees. If the interest is reckoned continuously at 4% per annum, find the total present value of annuities of rupees 1,000 per year for 10 years. If the interest is reckoned continuously, അപ്പോൾ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. റെക്കൺഡ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ
കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് തന്നെയാണ്. അറ്റ് 4% പെർ ആനം. ഫൈൻഡ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് ആയിരുന്നു. ഇവിടെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനിറ്റീസ് ഓഫ് ₹1000. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനിറ്റീസ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇപ്പം ആനിറ്റി ക്യാപിറ്റൽ എ ആണെങ്കിൽ ക്യാപിറ്റൽ A/I ഇൻറ്റു 1 - 1 + I raised to -n ആണ്. 1 + I raised to n ആണെങ്കിൽ e raised to in ആണ്. 1 + I raised to -n ആകുമ്പോൾ e raised to -in ആവും. അപ്പോൾ A/I ഇൻറ്റു 1 - e raised to -m എന്നായിരിക്കും ഫോർമുല വരുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് 1000 ആണ്, n എന്ന് പറയുന്നത് 10 ആണ്, r എന്ന് പറയുന്നത് 4% ആണ്. അപ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1000/i. I എന്ന് പറയുന്നത് 4/100.04 ഇൻറ്റു 1 - e raised to -m എന്നാണ്. m എന്ന് പറഞ്ഞാൽ in. നോക്കാം. ഹിയർ സ്മോൾ ലെറ്റർ a = 1000, n = 10, r = 4, i r/100 4/100.04. സ്മോൾ ലെറ്റർ m = in 0.04 into 10 0.4. We know that total present value equal to capital A/I into 1 - 1 + I raised to -n. ആനിറ്റി എ ആണെങ്കിൽ, ആനിറ്റി ക്യാപിറ്റൽ എ ആണെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനിറ്റീസ് എന്ന് പറയുന്നത് A/I ഇൻറ്റു 1 - 1 + I raised to -n ആണ്. ഇനി കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആകുമ്പോൾ നമ്മൾ ക്യാപിറ്റലിലേക്ക് ഒരു സ്മോൾ ലെറ്റർ എ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ സ്മോൾ ലെറ്റർ A/I ഇൻറ്റു ഇതെന്താണ് 1 + I raised to n എന്ന് പറഞ്ഞാൽ e raised to in ആണ്. 1 + I raised to n എന്ന് പറഞ്ഞാൽ e raised to in. ഇപ്പോൾ മൈനസ് ആകുമ്പോൾ -in. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ക്യാപിറ്റലിലേക്ക് ഒരു സ്മോൾ ലെറ്റർ എ എഴുതാറുണ്ട്. എ ആയിട്ടാണ് എടുക്കുന്നത്. A/I ഇൻറ്റു 1 - e raised to -in എന്നാണ് വരിക. ആ inന് m എന്ന് കൊടുക്കുമ്പോൾ e raised to -m. അപ്പോൾ ഇതാണ് ഫോർമുല. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ആകുമ്പോൾ A/I ഇൻറ്റു 1 - e raised to -m. എല്ലാ വാല്യൂ നമുക്കറിയാം. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 1000/0.04 ഇൻറ്റു 1 - e raised to -0.4. 1000/0.04 25,000 into 1 - 0.6703. 25,000 into 0.3297 equal to 8242.5. ഇതാണ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനിറ്റീസ് എന്ന് പറയുന്നത്. A sum of ₹8,000 is invested in a project whose life is 10 years if the interest is compounded continuously at 10% per annum. Examine whether investment is profitable if the income earned from the project is ₹1,000 per year. A sum of ₹8,000 is invested in a project whose life is 10 years if the interest is compounded continuously at 10% per annum. Examine whether investment is profitable if the income earned from the project is ₹1,000 per year. 8,000 രൂപ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? എമൗണ്ട് ആഫ്റ്റർ 10 years. അതെന്താണെന്ന് നോക്കാം. എമൗണ്ട് ആഫ്റ്റർ 10 years എന്ന് പറയുന്നത് 8,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എമൗണ്ട് ആഫ്റ്റർ 10 years വെൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി ആണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ A = P e raised to in. അതായത് 8,000 ഇൻറ്റു e raised to in. I എന്ന് പറയുന്നത് ഇവിടെ 10/100 0.1, n എന്ന് പറയുന്നത് 10. അപ്പോൾ e raised to 1 വരിക. ആ വാല്യൂ കണ്ടെത്തുക. അതായത് 8,000 രൂപ നിക്ഷേപിച്ചാൽ 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് രൂപത്തിലാണെങ്കിൽ എത്ര രൂപ നമുക്ക് ലഭിക്കും? ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ നമ്മൾ 8,000 രൂപ നിക്ഷേപിച്ച് നമുക്ക് 1,000 രൂപ വെച്ച് മന്ത്ലി ലഭിക്കുകയാണെന്ന് വിചാരിക്കുക. ഇയർലി കിട്ടുകയാണെങ്കിൽ 10 വർഷം 1,000 രൂപ വെച്ച് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് നോക്കുക. ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റബിളാണ്, അല്ലെങ്കിൽ നഷ്ടമാണ്. നോക്കാം. കേസ് 1. ഹിയർ P = 8,000. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 8,000 രൂപ. R എന്ന് പറയുന്നത് 10% per annum. I R/100 10/100 0.1. N എന്ന് പറയുന്നത് 10 years. M = IN 0.1 into 10 1. അപ്പോൾ എമൗണ്ട് ആഫ്റ്റർ 10 years P e raised to IN equal to P
പി ഇ റേസ് ടു എം 8000 ഇൻറ്റു ഇ റേസ് ടു 1 21,746 രൂപയാണ്. ഇതാണ് നമ്മൾ 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിക്കേണ്ടത്. ഇത്രയാണ്. ഇതിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആണ്. രണ്ടാമത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, 1000 രൂപ വെച്ച് നമുക്ക് 10 വർഷം ലഭിക്കുകയാണെങ്കിൽ ദ ഇൻകം ഏൺഡ് ഫ്രം ദ പ്രൊജക്റ്റ് ഈസ് ₹1,000 പെർ ഇയർ. അങ്ങനെ 1000 രൂപ വെച്ച് ലഭിക്കുകയാണെങ്കിൽ ആ 1000 രൂപയുടെ ആ ടോട്ടൽ എത്രയാണ് അത് നമുക്ക് നോക്കണം. ഇതേപോലെ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് വെച്ചിട്ട് എങ്ങനെ നോക്കാം. കേസ് 2, ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് ഓഫ് ₹1,000 പെർ ഇയർ ഫോർ 10 years ഈസ് ക്യാപിറ്റൽ എ ഈക്വൽ ടു a by I into e raised to m minus 1 equal to 1000 by 0.1 into e raised to 1 minus 1 equal to 1000 by 0.1 ആണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,000 by 1 അതായത് 10,000 into e raised to 1 2.71828 അത് 1 മൈനസ് ചെയ്തു കിട്ടുന്നത് 17183. നേരത്തെ ലഭിച്ചത് എത്രയാണ്, 21,746 രൂപയാണ്. 8,000 രൂപ നിക്ഷേപിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ശരിക്കും 21,746 കിട്ടും. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ ഇയർലി 1000 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്നത് എത്രയാണ്, 17,183 രൂപയാണ്. ദിസ് വാല്യൂ 17183 ഈസ് ലെസ് ദാൻ 21746. Therefore, the investment is not profitable if the income earned from the project is ₹1,000 per year. For an initial deposit of ₹30,000, an insurance company assures to pay a customer ₹500 per month for 7 years if the rate of interest be 12% per annum compounded continuously. Would you consider the company's proposal as fair? For an initial deposit of ₹30,000, an insurance company assures to pay a customer ₹500 per month for 7 years. If the rate of interest be 12% per annum compounded continuously, would you consider the company's proposal as fair? ഇവിടെ 2 രീതിയിലാണ്. നമ്മൾ 30,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിക്കേണ്ട തുക എന്താണ്, നേരത്തെ ചെയ്ത പോലെ A ഈക്വൽ ടു പി ഇ റേസ് ടു ഐ വെച്ച് കണ്ടുപിടിക്കുക. അതവിടെ നിർത്താം. അതിനുശേഷം നമുക്ക് 500 രൂപ വെച്ച് മാസം 7 വർഷം കിട്ടുകയാണെങ്കിൽ 500 രൂപ വെച്ച് മാസം 7 വർഷം എന്ന് പറയുമ്പോൾ മൊത്തം 84 വെച്ചിട്ട് വേണം ചെയ്യാൻ. 7 വർഷം എന്ന് പറഞ്ഞാൽ 84 ഗഡുക്കളായിട്ടാണ്, 84 മാസങ്ങളുണ്ട്. ആ രീതിയിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് കാണാം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഫെയർ ആണോ അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് കൂടുതലാണെങ്കിൽ അത് ഫെയർ ആണ്. നോക്കാം. കേസ് 1. ഹിയർ P ഈക്വൽ ടു 30,000, R equal to 12, I equal to R by 100, 12 by 100, 0.12, N equal to 7, M equal to IN 0.12 into 7, 0.84. Amount after 7 years, P into e raised to IN, P e raised to m 30,000 into e raised to 0.84, 30,000 into 2.316367, 69,491. അതാണ് കിട്ടുന്നത്. 69,491 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 30,000 രൂപ 7 വർഷം കഴിയുമ്പോൾ 69,491 രൂപയായിട്ട് മാറും കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് രീതിയിൽ. ഇതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണ് രണ്ടാമത്തെ കേസിലെങ്കിൽ മാത്രമേ അത് ഫെയർ ആവുള്ളൂ, അതല്ലെങ്കിൽ അത് നോട്ട് ഫെയർ. നമുക്ക് ആ രീതിയിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ആനിറ്റീസ് എന്താ കിട്ടുക നോക്കാം. സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് 500 ആണ്. ഓരോ മാസം 500 രൂപ വെച്ചാണ് കിട്ടുന്നത്. എൻ എന്ന് പറയുന്നത് 7 years ആണ്, അതായത് 84 months. ആർ ഈക്വൽ ടു 12% പെർ ആനം. 12% ആണ്. അപ്പോൾ 1% പെർ മന്ത്. ഐ എന്ന് പറയുന്നത് R by 100, 1 by 100, 0.01. എം എന്ന് പറയുന്നത് IN 0.01 into 84 equal to 0.84. Total amount of annuities of ₹500 per month for 7 years is A equal to A by I into e raised to m minus 1. A എന്ന് പറയുന്നത് 500 by I എന്ന് പറയുന്നത് 0.01. ഇനി M ആണ്. M എന്ന് പറഞ്ഞാൽ I into N, അതായത് 0.01 into 84, 0.84 minus 1 equal to 500 by 0.01 പറഞ്ഞാൽ 500 കഴിഞ്ഞൊരു 2 സീറോ കൂടെ 50,000 വരും.
50,000 ഇൻറ്റു ഇ റേസ്റ്റ് 0.84 2.316367 എന്ന് 1 മൈനസ് ചെയ്തപ്പോൾ 1.316367 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 65,812. നേരത്തെ ആയിരുന്നു കൂടുതൽ, ഇത് കുറവാണ്. ദിസ് വാല്യൂ 65,818 ഈസ് ലെസ് ദാൻ 69,491. Therefore the company's proposal is not fair.